ഒരു കാലത്തും പഠിച്ചാൽ തീരാത്ത അത്ര വലിയ ടോപ്പിക്കാണ് കളറിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എല്ലാ വർഷവും ഞാനിപ്പോൾ ഈ എബ്രോഡ് പോകുന്നതൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിങ്ങിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് നമുക്ക് ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ തിയറീസും കാര്യങ്ങളും പുറത്ത് പോയിട്ട് പഠിച്ച് വരിക ഈ കളറിങ്ങിനോ. അതാണ് ഈ കളറിൻ്റെ ഒരു ബേസും. കളറിങ്ങിൽ തന്നെ ഒരുപാടുണ്ട്. നമ്മൾ ഓരോ ഹെയറിനും അണ്ടർടോൺ ഉണ്ട്, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതിനകത്ത് മിക്സ് ചെയ്യുന്ന വോളിയം, ഓരോ ഹെയറിനും നമ്മളെ വോളിയം വ്യത്യാസം വരും. 10 വോളിയം തുടങ്ങിയിട്ട് വോളിയം വരുന്നുണ്ട്, 10, 20, 30, 40 എന്ന് പറഞ്ഞിട്ട് പല വോളിയം ആയിട്ടാണ് കളറ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ആ ഹെയർ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഇത് കളറ് വാങ്ങിയ ഒന്നാമത് പ്രൊഫഷണൽ കളറും ഈ കളറും തമ്മിൽ ക്വാളിറ്റിയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്നെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം ചീത്തത് ഉപയോഗിക്കാണ്ടിരിക്കുന്നത് സെയിമാ, വലിയ വ്യത്യാസം. പിന്നെ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് ആണ്, ചെറിയൊരു എമൗണ്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അതിനേക്കാളും ഭേദം നമ്മൾ അതിലേക്ക് കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ക്വാളിറ്റി പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത്. നമുക്കിപ്പോൾ ഹോം കെയർ പ്രോഡക്ട്സ് ആണെങ്കിൽ എല്ലാവരും എൻക്വയറി വരിക എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഉണ്ടോയെന്ന് വെച്ചിട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നാണ്. നമ്മളവിടെ ബഡ്ജറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് സ്കിന്നിന് പണി കിട്ടും.